ഡേ 2 ഓഫ് മൈ 60 ഡേയ്സ് ഓഫ് സ്റ്റഡി. ഗുഡ് മോർണിംഗ്. അപ്പോൾ എൻ്റെ സ്റ്റഡീസൊക്കെ അതിഗംഭീരമായിട്ട് തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ 60 ഡേയ്സ് ഈ പഠിക്കുന്ന വീഡിയോസ് മാത്രം കാണിച്ചുകൊണ്ടിരുന്നത് അത് ഭയങ്കര പുറകെ പോകും. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ കുഞ്ഞു കുഞ്ഞു റുട്ടീൻസും കൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഫസ്റ്റ് സ്കിൻ കെയറിൽ തന്നെ നമുക്ക് തുടങ്ങാം. സ്കിൻ കെയർ എന്ന് പറയുമ്പം ആധികാരികമായിട്ട് ഒരുപാട് പ്രൊഡക്ട്സ് ഒന്നും ഇല്ല കേട്ടോ. ഞാൻ മെയിനായിട്ടും യൂസ് ചെയ്യുന്നത് മോയ്സ്ചറൈസറാണ്. അത് കോട്ടക്കലിൻ്റെ വിഭ എന്ന് പറയുന്നൊരു ക്രീമാണ്. അതെൻ്റെ വീട്ടുകാരൊക്കെ യൂസ് ചെയ്യുന്നത് കണ്ടിട്ട് ഉപയോഗിച്ച് തുടങ്ങിയതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് സ്യൂട്ടബിളായിട്ട് തോന്നി. പിന്നെ സൺസ്ക്രീൻ അങ്ങനെ സ്ഥിരമായിട്ടൊരു പ്രൊഡക്റ്റ് ഞാൻ ഉപയോഗിക്കാറില്ല. കുറച്ച് കാലം കഴിയുമ്പോൾ ഞാൻ പ്രൊഡക്റ്റ് മാറ്റി യൂസ് ചെയ്ത് നോക്കാറുണ്ട്. അപ്പം കറൻ്റ്ലി ഞാൻ ഫോക്സ്ടെയിലിൻ്റെയാണ് യൂസ് ചെയ്യുന്നത്. ഇതെൻ്റെ സ്കിന്നിന് അത്യാവശ്യം സ്യൂട്ടബിളാണ്. എൻ്റെത് ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ ഡ്രൈ സ്കിന്നുകാർക്കൊന്നും വലിയ കുഴപ്പമുണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. പിന്നെ എനിക്കിതിനെപ്പറ്റി ഈ പറഞ്ഞതുപോലെ ആധികാരികമായിട്ട് വലിയ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ. പിന്നെ ലിപ് ബാമിന് ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് ഇമ്പോർട്ടൻസ് ഇതുവരെ കൊടുത്തിട്ടില്ല. ശരിക്കും കൊടുക്കണമെന്നാണ്. പിന്നെ എൻ്റെ ഈ സ്കിൻ കെയർ കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല. പിന്നെ നമ്മൾ ഒരുപാട് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നതിനേക്കാളും നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.